Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Okay, ലിജി ആണോ? ചെയ്തോളൂ പ്ലീസ്. പ്രയറിന് റെഡി ആണോ ലിജി? റെഡിയാണ്. ഓക്കെ, then start. A good morning today. Thank you, universe, for giving me a good morning today. I pray to you that we will always be well. You, the creator of our universe, help us in our suffering. Thank you, ma'am. Okay, ലിജി. സോ നമ്മൾ എന്താണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ പേജ് നമ്പർ 2. അതിലെന്താണ് എഗെയിൻ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. നമ്മൾ ഓൾറെഡി എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് പഠിച്ചു, മെന്റൽ ഹൈജീൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിലെന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്ന് പറയുന്നു. ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണെന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയായിരിക്കാം ഈ സയൻസ് ഡീൽ ചെയ്യുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇത് ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റ് നോക്കിക്കോളൂ, എന്താണ് മെന്റൽ ഹെൽത്തിനെ എങ്ങനെ കെയർ കൊടുക്കാം, ഓക്കെ, മെന്റൽ ഹെൽത്ത് എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് ഡെയിലി ലൈഫിൽ അല്ലെ യോഗ പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ എക്സസൈസ്, മെഡിറ്റേഷൻസ് ഒക്കെ ഈ രീതിയിലെല്ലാം നമുക്ക് എന്താണ് മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കെയർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ പിന്നെന്താണ് പറയുന്നത്? മെന്റലി ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ട പ്രാക്ടീസസുകളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. ഓക്കെ, മെന്റൽ ഹെൽത്തിനെ എന്താണ് കെയർ കൊടുക്കുക, സംരക്ഷിക്കുക. അതേപോലെ തന്നെ മെന്റലി ഹെൽത്തി ആയിരിക്കുന്നതിന് വേണ്ട പ്രാക്ടീസസ് ഉണ്ട്, യോഗ, മെഡിറ്റേഷൻസ്, ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ദെൻ പിന്നെന്തായിരിക്കാം? മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് അല്ലെ, ചിലപ്പോൾ എന്തായിരിക്കും ഡിപ്രഷൻസ്, ഡിസോർഡർ, ഇത്തരം അസുഖങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് മെന്റൽ ഹെൽത്ത്? എത്രാമത്തെ ചാപ്റ്റർ ഒന്ന് പറയോ? ചാപ്റ്റർ യൂണിറ്റ് 6. യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ക്ലിയർ ആണോ? മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ സയൻസ് ആണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ ശാസ്ത്രം ഡീൽ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? മെന്റൽ ഹെൽത്തിനെ എങ്ങനെ സംരക്ഷിക്കാം, അതിനുവേണ്ട കെയർ നൽകുക. അതോടൊപ്പം തന്നെ എന്താണ് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെന്തായിരുന്നു? മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുക. ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ പിന്നെന്താണ്? മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മെന്റൽ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്താണ്? മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസിനെയാണ് അല്ലെ, ശീലങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. സോ മെന്റൽ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ബെറ്റർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് അച്ചീവ് ചെയ്യുക, അതാണ് മെന്റൽ ഹൈജീനിന്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു മെന്റൽ ഹെൽത്ത് നേടിയെടുക്കുക, ഇതിനു വേണ്ടിയാണ് നമ്മൾ മെന്റൽ ഹൈജീൻ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. റൈറ്റ് അല്ലേ? മെന്റൽ ഹെൽത്ത് നേടുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ യോഗ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇതിൽ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു എൻജോയ്മെന്റിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്താണ്? സോറി, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി, സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി അല്ലെ, നല്ലൊരു മെന്റൽ ഹെൽത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം മെന്റൽ ഹൈജീൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അതിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം ചോദിച്ചാൽ എന്താണ്? നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള മെച്ചപ്പെട്ട മെന്റൽ ഹെൽത്ത് നേടിയെടുക്കുക. ഓക്കെ, ദെൻ 20th സെഞ്ചുറിയിലെ 2 എഡ്യൂക്കേറ്റേഴ്സ് ആയിരുന്നു കട്ട്സ് ആൻഡ് മോസ്ലി. ഓക്കെ, അവരുടെ അഭിപ്രായത്തിൽ എന്താണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ? നമ്മൾ ക്രോ ആൻഡ് ക്രോ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? ക്രോ ആൻഡ് ക്രോ
മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്തായിരുന്നു? എന്താണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തത്? Mental health is that is welfare and serves all people of human relationship. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? ശാസ്ത്രമാണെന്ന്. സയൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഹ്യൂമൻ വെൽഫെയർ ഹാൻഡിൽ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ എല്ലാ ഫീൽഡിലേക്കും വ്യാപിക്കുന്നതുമായ ഒരു സയൻസ് ആണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹൈജീൻ എന്നാണ് ക്രോ ആൻഡ് ക്രോ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പൊ കട്ട്സ് ആൻഡ് മോസ്ലി 20th സെഞ്ചുറിയിലെ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് ആണ് ഇവര്. കട്ട്സ് ആൻഡ് മോസ്ലി അവരുടെ അഭിപ്രായത്തിൽ അവർ മെന്റൽ ഹൈജീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവർ പറയുന്നു മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് കടന്നു വരാം അല്ലേ. ചിലപ്പോൾ എന്താണ് നല്ല എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചീത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ്സ്, എന്താണ് അവർ പറയുന്നത്, നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷൻസ് ചിലപ്പോൾ നമുക്ക് എന്താണ് സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാം? ഓക്കെ, ക്ലിയർ ആണോ? ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാം? അതിനുവേണ്ടി സമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന മാർഗങ്ങളാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലിയുടെ അഭിപ്രായത്തിൽ മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ പോലുള്ള സമ്മർദ്ദങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ചെറിയൊരു മാറ്റം വന്നേക്കുന്നത് ഏതാണ്? നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് കടന്നു വരാം. ഓക്കെ, ആ ഒരു സെന്റൻസ് മാത്രം മാറിയിട്ടുള്ളൂ മറ്റതിൽ നിന്ന് അല്ലേ. റൈറ്റ്സ്. അപ്പൊ ഈ സമ്മർദ്ദങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയാണ് അല്ലെങ്കിൽ ശീലങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി 20th സെഞ്ചുറിയിലെ റിസർച്ചേഴ്സ് ആയിരുന്നു, അതേപോലെ എഡ്യൂക്കേറ്റേഴ്സ് ആയിരുന്നു ഇവര്. ക്ലിയർ ആണോ? സോ എന്താണ് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ? എന്താ ഷഹന? ഒന്നുകൂടെ പറയോ? ഓക്കെ, പറയാം. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലിയുടെ അഭിപ്രായത്തിൽ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരും, സിറ്റുവേഷൻസ് കടന്നു വരും. ആ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ടെൻഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാം. അതുമൂലം ഉണ്ടാകാവുന്ന എന്താണ് ടെൻഷൻസ്, സമ്മർദ്ദത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഇല്ലാതാക്കാം, അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകളാണ് അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചിലർക്ക് എന്താണ്, ഇപ്പൊ സ്ട്രെസ് വന്നാല്, ടെൻഷൻ വന്നാല് പാട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു മാർഗമാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ്, യോഗയെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലൈഫിൽ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസിനെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, കട്ട്സ് ആൻഡ് മോസ്ലിയുടെ അഭിപ്രായത്തിൽ. ദെൻ മെന്റൽ ഹെൽത്തിന് 2 ഫേസസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, മെന്റൽ ഹെൽത്തിന് 2 ഫേസസ് ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഒരാളുടെ മെന്റൽ ഹെൽത്തിന് 2 ഫേസസ് ഉണ്ട്, 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ഇൻഡിവിജ്വൽ, ഒന്ന് ഏതാണ്? സോഷ്യൽ. വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള 2 ഘട്ടങ്ങൾ എന്താണ് മെന്റൽ ഹെൽത്തിനുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡിവിജ്വൽ. ഓക്കെ, എന്തായിരിക്കാം അതിൽ പറയുന്നത്? ഒരാൾക്ക് എന്താണ് മെന്റൽ ഹെൽത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്താണ് ഒരാളെ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അയാളുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ക്ലിയർ ആണോ? ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് നേടിയെടുക്കുന്നതിന് ഇൻഡിവിജ്വലി ആ ഒരു ഫേസ് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? അയാളുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആർക്കാ കഴിയുന്നത്? അയാൾക്ക് തന്നെയാണ്, ആ വ്യക്തിക്ക് തന്നെയാണ്. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം? കോൺഫിഡൻസ് ആയിരിക്കാം അല്ലേ. അതേപോലെ പിന്നെ എന്തൊക്കെയാണ്? സഫിഷ്യന്റ് ആയിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അതേപോലെ എന്താണ് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. ഇതെല്ലാം അയാൾക്ക് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഫാക്ടേഴ്സ് അല്ലേ.
കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അതേപോലെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് തന്നെ അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ക്ലിയർ ആണോ? ഒരാൾക്ക് എന്താണ് സ്ട്രെസ് ഫ്രീ ആയിരിക്കണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം, വേണ്ടേ? അയാൾക്ക് ഇഷ്ടമുള്ള മെന്റൽ ഹൈജീൻസ് ആക്ടിവിറ്റീസ് അയാൾ തന്നെ സെലക്ട് ചെയ്യണം. മറ്റൊരാൾക്ക് വന്ന് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സോ എന്താണ് ഇൻഡിവിജ്വലിൽ പറയുന്നത്, അയാൾക്ക് തന്നെ അയാളുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അയാൾക്ക് കോൺഫിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കണമെങ്കിൽ ആ വ്യക്തി തന്നെയാണ് അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആണോ ഇത്? ദെൻ സെക്കൻഡ് ഫേസ് എന്താണ്? സോഷ്യൽ. അതിലെന്തായിരിക്കാം പറയുന്നത്? അപ്പോ ഇൻഡിവിജ്വലിൽ പറഞ്ഞു ഒരു വ്യക്തി എങ്ങനെയാണ് എപ്പോഴും ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൊസൈറ്റിയുടെ കൂടി ഭാഗമാണ്, അല്ലേ? ഒരു വ്യക്തി സൊസൈറ്റിയുടെ ഭാഗമാണോ? അതെ. സോ ഈ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് സോഷ്യൽ സെറ്റപ്പിൽ നിന്ന് കൂടിയാണ്. ഓക്കെ, ഒരാൾ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു, ഇൻഡിവിജ്വലിൽ പറഞ്ഞു അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അയാൾക്ക് മാത്രമാണ് കഴിയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അയാൾ ഒരു സൊസൈറ്റിയുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരേണ്ടത് ഒരു സോഷ്യൽ സെറ്റപ്പിൽ നിന്നുകൊണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ എന്തെല്ലാം നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ചില സോഷ്യൽ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ക്ലിയർ ആണോ? ചില സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം? പലതരത്തിലുള്ള ഇൻസിഡൻസ്, ഈവൻ മീഡിയാസിൽ നിന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ കൂടി ആയിരിക്കണം ഒരാളില് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് ഒരു വ്യക്തിയില് പറഞ്ഞുതരാം. ഒരു വ്യക്തിയിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു മെന്റൽ ഹെൽത്തിന്. ഒരാൾക്ക് ഇൻഡിവിജ്വൽ ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ ഉണ്ട്. വ്യക്തിപരവും അതേപോലെ സാമൂഹികവുമായിട്ടുള്ളതുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലിൽ ഒരാൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അയാൾ തന്നെ വിചാരിക്കണം, അല്ലെ? കോൺഫിഡന്റ് ആയിട്ടിരിക്കണമെങ്കിൽ അയാൾ തന്നെ അതിന് വേണ്ട പ്രാക്ടീസസ് ചെയ്യണം, അല്ലെ? സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ അയാൾ തന്നെ, ആ വ്യക്തി തന്നെ ആവശ്യമായിട്ടുള്ള മെന്റൽ ഹൈജീൻസ് ഫോളോ ചെയ്യണം. യോഗ, മെഡിറ്റേഷൻസ് പോലുള്ളത് പ്രാക്ടീസ് ചെയ്യണം. സോ എന്താണ് ഒരാളുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, ഇന്റേണലി മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. ഓക്കെ, രണ്ടാമത്തെ ഫേസ് ആയിരുന്നു സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ കൂടി ഭാഗമാണ്. സോ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ഒരു സോഷ്യൽ സെറ്റപ്പിൽ നിന്നുകൊണ്ടായിരിക്കണം ഇത്തരം മാറ്റങ്ങളെ കൊണ്ടുവരേണ്ടത്. ഇപ്പൊ എന്താണ് ഒരാൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്ന ചിലപ്പോൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അയാൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്താണ് സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ എന്തായിരിക്കും ബാഡ് ന്യൂസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ്സ്, എന്താണ് അയാളുടെ ആ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യില്ലേ? കൺട്രോൾ ചെയ്യുന്നുണ്ടോ? സോഷ്യലി സൊസൈറ്റിയിൽ നടക്കുന്ന പല ഫാക്ടേഴ്സും അയാളുടെ കൺട്രോൾ ചെയ്യില്ല. അയാൾ അഫക്ട് ചെയ്യില്ല. എത്ര മെഡിറ്റേഷൻസ്, എത്ര ഇത് ചെയ്യുന്ന ആളാണെങ്കിലും എന്താണ് ചില ന്യൂസസ്, അല്ലെ, ചില ഫാക്ടേഴ്സ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യാറുണ്ട്. അഫക്ട് ചെയ്യാറുണ്ടല്ലോ, അല്ലെ? അപ്പോ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അപ്പോൾ ഉണ്ടാകുന്ന ആ ടൈമിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ കൂടി കൺട്രോൾ ചെയ്യാനുള്ള പ്രാക്ടീസ് കൂടി അയാൾ നേടിയിരിക്കണം. അതിനുള്ള ഒരു കപ്പാസിറ്റി കൂടി ആ വ്യക്തി നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ എന്താണ് യോഗ, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ കഴിയും. പക്ഷെ ഈ സോഷ്യലി ഇത്തരം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതുമൂലം ഉണ്ടാകാവുന്ന സമ്മർദ്ദത്തെ കൂടി കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കേപ്പബിലിറ്റി ആ വ്യക്തി നേടിയിരിക്കണം. ക്ലിയർ ആണോ? നമുക്ക് വയനാട് ദുരന്തം ഉണ്ടായപ്പോ എല്ലാവർക്കും വേദന ഉണ്ടായില്ല, അതുപോലെ. അതെ, വെരി ഗുഡ്. അല്ലേ? അത്രയ്ക്ക് കല്ലാണോ എല്ലാവരുടെയും മനസ്സ്? അല്ലെ? പല ഫാക്ടേഴ്സും സൊസൈറ്റിയിൽ നടക്കുന്ന പല ഫാക്ടേഴ്സും നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ ആ സാഹചര്യത്തെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാം, അതിന് വേണ്ട പ്രാക്ടീസ് കൂടി ഒരു വ്യക്തി എന്താണ് നേടിയിരിക്കണം. ക്ലിയർ ആണോ? ലാസ്റ്റ് പേജില് ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതിൽ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് പ്രൊഫഷണൽ ട്രേറ്റ്സ് ഓഫ് എ മെന്റലി ഹെൽത്തി ടീച്ചർ ആർ ദ ഫോളോവിങ്. ഓക്കെ, നല്ല ഒരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക്, ഒരു ടീച്ചറിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കാം?
എന്തൊക്കെയായിരിക്കാം നല്ല രീതിയിൽ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക്, ഒരു ടീച്ചറിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കാം? പ്രൊഫഷണൽ ട്രേറ്റ്സ് എന്തൊക്കെയായിരിക്കാം? പോസിറ്റീവ് മൈൻഡ്, ഹാപ്പി ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്തൊക്കെ പോയിന്റ് ക്വയറ്റായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിക്കോളൂ, ലാസ്റ്റ് പേജ് റിജോ, പേജ് നമ്പർ 3. അപ്പൊ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ഗുഡ് ടീച്ചറിന്റെ, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയുടെ, ഒരു ടീച്ചറിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഫസ്റ്റ് പറയുന്നത് എന്താ? ക്യാൻ യു റീഡ് ഇറ്റ് പ്ലീസ്? ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? Good knowledge. ഓക്കെ ഷഹന, കണ്ടിന്യൂ. Good knowledge of subject matter in which he has specially. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? അവർ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, അവർക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ആ വ്യക്തിക്ക്, ആ ടീച്ചറിന് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നല്ല രീതിയിലുള്ള നോളജ് ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ഏത് സബ്ജക്റ്റിലാണോ അവർ മാസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ നല്ല നോളജ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അതുമൂലം എന്താണ്? കോൺഫിഡൻസ് ഉണ്ടാകും, അല്ലേ? ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഗുഡ് നോളജ്, ഏതൊരു സബ്ജക്ട് മാറ്റർ ആണെങ്കിലും ഏതൊരു മാറ്ററിലാണെങ്കിലും ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കും. ആൻഡ് സെക്കൻഡ് പോയിന്റ്, capacity and willingness to teach effectively and mastery of communication skill. അതിലെന്താ പറയുന്നത്? നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള കഴിവ്, അല്ലെ? നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള കഴിവ് ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ അതിന് വില്ലിങ്ങും ആയിരിക്കും, അല്ലെ? താല്പര്യവും ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്? നല്ല രീതിയിൽ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എന്താണ്? ഇത്തരം ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതിന് അവർ വില്ലിങ്ങുമായിരിക്കും. അതേപോലെ തന്നെ കുട്ടികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റിയും ഇത്തരം ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ആൻഡ് തേർഡ് പോയിന്റ്, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines. ഓക്കെ, അതിലെന്താ പറയുന്നത്? എന്തായിരിക്കാം? ബുക്സ് അല്ലെങ്കിൽ എന്താണ്? മാഗസീൻസ് ഒക്കെ, ഇതൊക്കെ വായിക്കുന്നതിലൂടെ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് കൂട്ടാനുള്ള ഒരു ആഗ്രഹം ഇത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും ലൈഫിൽ എന്താണ്? ഇംപ്രൂവ് ചെയ്യണം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തണം. ഇത്തരത്തിലുള്ള ഒരു തോട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അവരുടെ നോളജ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യണം ത്രൂ മാഗസീൻസ് റീഡ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ എന്താണ്? ബുക്സുകൾ റീഡ് ചെയ്യുന്നതിലൂടെ അവരുടെ കഴിവ് വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടുവരിക, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഈ ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ദെൻ പിന്നെന്താണ്? ഷെയർ എക്സ്പീരിയൻസസ് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ് അതിൽ പറയുന്നത്? നമ്മള് വർക്ക് ഒരുമിച്ചിട്ട് ചെയ്യാം, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ മറ്റു സ്റ്റാഫായിട്ടൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകും. സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്, അല്ലെ, അനുഭവിക്കുന്നതിന് വേണ്ടി എന്താണ്? ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് താല്പര്യമുള്ളവരായിരിക്കും ഇത്തരം ടീച്ചേഴ്സ്. ക്ലിയർ ആണോ? എന്താണ്? ഒരു കൂട്ടമായിട്ട് പ്രവർത്തിക്കാനായിട്ട്, ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, Capacity to assume an attitude of individual responsibility and cooperative functioning. എന്തൊക്കെയുണ്ട്? സവിശേഷതകളാ പറയുന്നത്? ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റികൾ, ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവും ആറ്റിറ്റ്യൂഡും എന്നാണ് അത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ചിലരെന്താണ്? ഉൾവലിഞ്ഞു കാണുന്ന മനോഭാവമുള്ളവരുണ്ട്, അല്ല, എല്ലാ കാര്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവരുണ്ട്. പക്ഷെ നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള, ഓക്കെ ആയിട്ടുള്ള ടീച്ചർക്ക് എന്താണ്? ഇത്തരം കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അതേപോലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും ആറ്റിറ്റ്യൂഡും മനോഭാവവും എന്താണ്? ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? Then the sixth one, acceptance and understanding of children. എന്താണ്? കുട്ടികളെ മനസ്സിലാക്കാൻ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കുട്ടികൾ എങ്ങനെയാണ്? ഡിഫറൻസ്, പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരാണ്, അല്ലെ? പലതരത്തിലുള്ള കഴിവുകളുള്ളവർ, പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കാനും അവരെ അംഗീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇത്തരം ടീച്ചർക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ആൻഡ് the seventh one,
realistic attention of the social expectations and an understanding of his social role. എന്തായിരിക്കും അതിൽ പറയുന്നത്? ഓക്കെ, നിത്യം മ്യൂട്ട് ചെയ്തോളൂ. ഒരു സൊസൈറ്റിയിൽ എന്താണ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? ഓക്കെ, ഒരു സൊസൈറ്റി, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ കൂടി ഭാഗമാണ് അല്ലേ? ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായിട്ട് മാറുന്നത്. സോ ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അതിലൊരു ടീച്ചറിന്റെ റോൾ എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? സൊസൈറ്റിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ഒരു ടീച്ചറിന്റെ റോൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള ധാരണ ഇത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ്, റെസ്പെക്ട് ഫോർ ഐഡന്റിറ്റി ആൻഡ് വൺസ് പ്രൊഫഷൻ. എന്തായിരിക്കും അതിൽ പറയുന്നത്? ഓരോ വ്യക്തികളെയും, ഓരോ ഇൻഡിവിജ്വലിനെയും, അതേപോലെ അവരുടെ പ്രൊഫഷനെയും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനോഭാവവും ഒരു ആറ്റിറ്റ്യൂഡും ഇത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 8 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചറിന്റെ സ്വഭാവ സവിശേഷതകളാണ് അല്ലെ. നമ്മൾ പഠിച്ചിരുന്ന ടൈമിലേക്ക് ചില ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, എന്താണ് വന്ന് ദേഷ്യപ്പെടുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ആ ടൈമിൽ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, വീട്ടിൽ തല്ലുപിടിച്ച് വന്നതിന് ശേഷം നമ്മളോട് ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർ മെന്റലി ഹെൽത്തി അല്ല ആ സമയത്ത് അല്ല, അവർക്ക് സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട് അല്ലെ. അവർ മെന്റലി ഹെൽത്തി അല്ല, ഓക്കെ അല്ല. മെന്റലി ഹെൽത്തി ആയിട്ടുള്ള, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലെ. കുട്ടികളോട് ചിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നവരും, അതേപോലെ തന്നെ എന്താണ് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നവരുമായിരിക്കും നല്ല ടീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 8ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? എന്താടാ? 8ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? 8. റെസ്പെക്ട് ഫോർ ഐഡന്റിറ്റി ആൻഡ് വൺസ് പ്രൊഫഷൻസ്. എന്താണ്? മറ്റുള്ളവരെ, ഓരോ വ്യക്തിയെയും റെസ്പെക്ട് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ പ്രൊഫഷനെയും എന്താണ് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം എന്താണ് ഇത്തരം ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും. റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ടീച്ചേഴ്സിനെ കണ്ടാണ് കുട്ടികൾ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ചെറിയ കുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതായിരിക്കും കുട്ടികളും ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ കാണാനുള്ള, ഓക്കെ, എല്ലാവരെയും ഈക്വലി കൺസിഡർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? സോ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് മെന്റൽ ഹെൽത്ത് എന്താണ്, മെന്റൽ ഹൈജീൻ എന്താണ്, അതിന് ചെയ്യേണ്ട ഫോളോ ചെയ്യേണ്ട പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ചാപ്റ്റർ ക്ലിയർ ആണോ എല്ലാവർക്കും? അതേപോലെ ക്രോ ആൻഡ് ക്രോയുടെ ഒരു ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ എന്തായിരുന്നു? കട്ട്സ് ആൻഡ് മൂസ്ലി അല്ലെ. ഓക്കെ, ആ എഡ്യൂക്കേറ്റേഴ്സിന്റെയും എന്താണ് ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. ഓക്കെ, ആരാണ് ആക്ഷൻ സോങ്? സൈലന്റ് ആരും ഇല്ല ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്. ലിജി ആക്ഷൻ സോങ് ചെയ്തതായിരുന്നു. ലിജി ചെയ്തതായിരുന്നു. കീർത്തന? ഞാൻ ചെയ്തു മാം, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ചെയ്യാത്തത് ആരൊക്കെയാ? ആരൊക്കെ ചെയ്യാത്തത്? എല്ലാവരും ചെയ്തതാണോ? 64 മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെ ചെയ്തു? നമ്മൾ ഈ ആക്ടിവിറ്റീസ് തരുന്നത് നമ്മൾ എന്താണ് ഈ ഒരു 30 മിനിറ്റ്സോളം നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്താണ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണോ ഈ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ തോന്നിയോ ആർക്കെങ്കിലും? ഇല്ല മാം, കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇത് സഹായിക്കും. അതെ, നിങ്ങൾ പഠിക്കുന്ന ഈ തിയറീസ് എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉപകാരപ്പെട്ടെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു, നിങ്ങൾ എന്താണ് ഹൈജീനെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി തിയറിയിൽ പഠിച്ചു എന്താണ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ചില പ്രാക്ടീസസിനെയാണ് ഹൈജീൻ എന്ന് പറയുന്നത് അല്ലെ. ബ്രഷ് ചെയ്യുക, 2 ടൈംസ് ബ്രഷ് ചെയ്യുക, അതേപോലെ ബാത്ത് ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലെ. സോ ഇത് ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് അത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഈ തിയറിയിൽ പഠിച്ച കാര്യങ്ങൾ ചെന്ന് പറയാണ് ഡെയിലി എന്താണ് ബ്രഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം എന്നതിന് ഇതൊക്കെയാണ് ഹൈജീൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ?
പക്ഷെ അതേസമയം നിങ്ങൾ ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ, ലൈക്ക് എന്താണ് ഒരു ആക്ഷൻ സോങ്, അതല്ല എന്താണ് 2 ചാർട്ട് പേപ്പർ കയ്യിൽ പിടിക്കാം, ഒരു പ്രോപ്പർട്ടീസ് ആയിട്ട് അതിലെന്താണ് ഡെയിലി ബ്രഷ് ചെയ്യുന്ന ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള പല്ലിന്റെ പിക്ചർ വരയ്ക്കാം. അതേപോലെ തന്നെ ബ്രഷ് ചെയ്യാത്ത ഒരു കുട്ടിയുടെ പല്ല് എങ്ങനെയായിരിക്കും, ജെംസ് ഒക്കെ വന്ന് യെല്ലോയിഷ് കളറിലുള്ള ഒരു പല്ല് കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പൊ 2 പിക്ചർ നിങ്ങൾ ക്യാരി ചെയ്താൽ, കയ്യിൽ ഹോൾഡ് ചെയ്താൽ അവർക്ക് ഈസിലി എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലേ? എന്തൊക്കെയാണ് ഡെയിലി പല്ല് തേക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ആ കുട്ടിക്ക് ഈസിലി ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആക്ടിവിറ്റീസുകൾ നമ്മൾ തരുന്നത്. ക്ലിയർ ആണോ? സോ ഇവൻച്വലി യു വിൽ ഗെറ്റ് ദ കോൺഫിഡൻസ് ടു ഹാൻഡിൽ ദ ക്ലാസ് റൂം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കോൺഫിഡൻസ് ലഭിക്കും. ഓക്കെ, ഹൗ ടു ട്രീറ്റ് ദ ചിൽഡ്രൻ, അതേപോലെ എന്താണ് കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം നല്ല രീതിയിൽ അവരോട് പെരുമാറേണ്ടത്, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം, വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഷുഡ് ഗീവ്, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്നത് മോണ്ടിസോറി TTC ആണ്. ഓക്കെ, മോണ്ടിസോറി TTCയുടെ പ്രത്യേകത എന്താ? നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കേണ്ടത്. ചില കുട്ടികൾ എങ്ങനെയാണ് പെട്ടെന്ന് കേട്ട് പഠിക്കുന്നവരുണ്ട് അല്ലേ? ഇപ്പൊ ഒരു കഥ കേട്ടാൽ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ട്. ചിലർക്ക് എങ്ങനെയാണ് കണ്ട്, ചിലപ്പോൾ വിഷ്വലി അങ്ങനെ കണ്ടു കഴിഞ്ഞാലായിരിക്കാം കൂടുതൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളെയും ഈക്വലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു മോണ്ടിസോറി ടീച്ചർ പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം അപ്പാരറ്റസുകൾ യൂസ് ചെയ്യാം, ഒരു ചാർട്ട് പേപ്പർ കയ്യിൽ പിടിക്കാം, അതിലൂടെ കുട്ടികൾ എന്താണ് പഠിപ്പിക്കാം, ആക്ഷൻ സോങ് സെലക്ട് ചെയ്യാം. സോ എല്ലാ കൈൻഡ് ഓഫ് കുട്ടികളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഒരു ടീച്ചർ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആക്ഷൻ സോങ് അല്ലെങ്കിൽ എന്താണ് ഇത്തരം ആക്ടിവിറ്റീസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ക്ലിയർ ആണോ? നിങ്ങളിത് ഡെയിലി ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ആരൊക്കെയെന്നുള്ളത് ഫസ്റ്റ് ടൈം ചിലപ്പോൾ തെറ്റിപ്പോകും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഡെയിലി ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഫൈനൽ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ആരും റെഡി അല്ലേ ഇന്ന്? ഞാൻ ഓക്കെയാണ്. പേരെന്താടാ? റെനീഷ. ഞാനൊക്കെ okay. ചെയ്തിരുന്നു, എങ്കിലും ചെയ്യാം. ഓക്കെ റെനീഷ, കിട്ടണ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഡേയ്സ് ഓഫ് ദ വീക്ക്, days of the week, Sunday and this Sunday, Monday and this Tuesday, Tuesday and this Wednesday, Wednesday and this Thursday, Thursday and this Friday, Friday and this Saturday. Days of the week, 7 days in a week. റെനീഷ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഫസ്റ്റ് ടൈം ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആ ഒരു ടെൻഷനൊക്കെ മാറിയോ? ടെൻഷൻ ഫ്രീ ആണോ ഇപ്പോ ചെയ്യുമ്പോ റെനീഷ? അതെ അതെ, മാറി വരുന്നു മിസ്. ഓക്കെ ഓക്കെ. ദെൻ വേറെ ആരാ? ചെയ്യാം, വീഡിയോ ഓൺ ആക്കാതെ ഞാൻ ചെയ്തോട്ടെ, കാരണം ഞാൻ ജോലി സ്ഥലത്താ. ദീപ, clap your hands, clap your hands. Listen to the music and clap your hands. Stamp your feet, stamp your feet. Listen to the music, clap your hands. Turn around, turn around. Listen to the music and clap your hands. അത്രയേ ഉള്ളൂ. ഓക്കെ ദീപ, നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി എന്താണ് ശരി ഋതം ഒക്കെ കൊടുത്ത് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടൊന്ന് പാടുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി എന്താണ് അട്രാക്റ്റീവ് ആയിട്ട് അവർ അവിടെ ഇരിക്കും കേട്ടോ. പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അത്. ഓക്കെ, ഞാൻ ജോലി സ്ഥലത്ത് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചെയ്യാം മാഡം. പേരെന്താ? പേരെന്താടാ?
Nina. Okay, Nina. Up in the blue sky, what do you see? Big bird, small bird, looking at me. Flying, flying, la 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 la. Flying, flying, ha 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 ha. Down in the garden, what do you see? Big flower, small flower, looking at me. Blooming, blooming, la 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 la. Blooming, blooming, ha 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 ha. Up in the dark sky, what do you see? Big star, small star, looking at me. Twinkle, twinkle, la 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 la. Twinkle, twinkle, ha 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 ha. Down in the ocean, what do you see? Big fish, small fish, looking at me. Swimming, swimming, la 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 la. Swimming, swimming, ha 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 ha. Nina, സൂപ്പർ, നന്നായിട്ട് ചെയ്തട്ടോ. Thank നല്ലൊരു you. സൂപ്പർ ആയിരുന്നു. ഓക്കെ അഫ്ന. വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല കേട്ടോ മിസ്സേ, നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ. Early to bed, early to rise. Wish good morning and wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habit, be a good child. Go wash your hands before and after your meals. Fight with germs and keep yourself clean. Go wash your hands before and after your meals. Fight with germs and keep yourself clean. Follow good habit. Be a good child. Thank you. ഓക്കെ അഫ്ന. Then വീഡിയോ ഓൺ ആക്കാതെ ചെയ്യാൻ പറ്റുമോ? നെറ്റ് ഇഷ്യൂ ഉണ്ട്. എല്ലാവർക്കും നെറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ ഷഹന. Butterfly, butterfly, flutter around. Butterfly, butterfly, touch the ground. Butterfly, butterfly, fly so free. Butterfly, butterfly, land on me. Butterfly, butterfly, touch the sky. Butterfly, butterfly, say goodbye. Okay, Shahana. Then who is next? വേറെ ആരാ? വീഡിയോ ഓണാക്കാണ്ട് ചെയ്താൽ മതി. ഞാൻ ശരിക്കും ഇത് പഠിച്ചില്ല. ഇന്നിപ്പോ അങ്ങനെ പ്രതീക്ഷയല്ല. അത് കാരണം ഞാൻ ശരിക്കൊന്നും പഠിച്ചിട്ടില്ല. അത് കാരണം വീഡിയോ ഓണാക്കാൻ ചെയ്യും. Elephant, parrot, rabbit, and duck. They are friends. They are friends. Friends in the jungle. Friends in the jungle. Play and play. Play and play. They sing and sing. Sing all day. Sing all day. Elephant, parrot, rabbit, and duck. They are friends. They are friends. Friends in the jungle, friends in the jungle, play and play, play and play. Okay. Okay. Then ചെയ്യാം മാം. പ്രിപ്പയർഡ് അല്ല. ഒരു പ്രാവശ്യം. ഓക്കെ ചെയ്തോളൂ. Two little hands go clap, clap, clap. Two little slaps tap, tap, tap. One little has cap, cap. Okay. എവിടെ പെട്ടെന്ന് കഴിഞ്ഞതല്ല. ഓക്കെ ഓക്കെ.
ഇച്ചിരി സ്പീഡ് കൂടി പോയി ഷൈന. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ ഓക്കെ ദെൻ മിസ് ഞാൻ പാടാം. പേര് പറയൂ. ദൃശ്യ. ദൃശ്യ. വീഡിയോ ഓണാക്കാതെ പാടാം. അതെന്താ വീഡിയോ ഓണാക്കാതെ? ഒന്നുമില്ല മിസ്, വീഡിയോ ഓണാക്കണ്ട. ഞാൻ ഒന്നാമതിപ്പോ ഹസ്ബൻഡിന്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. എൻ്റെ ഇടയിൽ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് പോവും. അതിനുള്ള ഒരു കാര്യത്തിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവാൻ ചേട്ടാ. റോളിപ്പോളി റോളിപ്പോളി അപ്പ് അപ്പ് അപ്പ്, റോളിപ്പോളി ഡൗൺ ഡൗൺ ഡൗൺ, റോളിപ്പോളി ടേൺ എറൗണ്ട്, റോളിപ്പോളി ടച്ച് ദ ഗ്രൗണ്ട്, റോളിപ്പോളി വേവ് യുവർ ഹാൻഡ്സ്, ലെറ്റ്സ് ഡു ഡാൻസ്, റോളിപ്പോളി സ്റ്റോംപ് യുവർ ഫീറ്റ്, റോളിപ്പോളി മൂവ് ടു ദ ബീറ്റ്, റോളിപ്പോളി സേ എ ha. When you finish you must say goodbye. ഓക്കെ, ആക്ഷൻസ് കാണിച്ചായിരുന്നോ? ആക്ഷൻ സോങ് ആണ്, അപ്പൊ ആക്ഷൻസ് കാണിച്ചോണ്ടായിരിക്കണം. ഓക്കെ, ആക്ഷൻസ് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഹു ഇസ് നെക്സ്റ്റ്? ഞാൻ പാടാം. ഓക്കെ, ഷീബ. ഓക്കെ. Red light, what do you say? I say go. I say stop right away. Yellow light, what do you say? I say wait each away. Green light, what do you say? I say go each away, right away. ഞാൻ ഇപ്പൊ തന്നെ അത് വരച്ചു ഇതാക്കിയത്, അതാണ് തന്നെ ഒരു കപ്പല് വന്നേ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഷീബ. ദെൻ ഹലോ മിസ്സേ, ആക്ഷൻസ് കിട്ടില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല. സോങ്സ് എഴുതി വെച്ചിട്ടുണ്ട്, അത് കാണിക്കെങ്കിൽ കുഴപ്പമില്ല. ആക്ഷൻസ് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അതൊന്നുകൂടി സെറ്റ് ചെയ്യാനുണ്ട്, അതാണ് ഇതുവരെ പാടാനത്. വർഷം എന്നത്തേക്ക് ക്ലിയർ ആവും ആക്ഷൻസ്? ഞാൻ നോക്കുന്നുണ്ട്. സംഭവം നമ്മള് ഒന്ന് ഉണ്ടാക്കി എഴുതാണ്, അപ്പൊ അതിനോട് ചേർന്നൊരു ആക്ഷൻസ് അങ്ങോട്ട് സെറ്റ് ആയി കിട്ടിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ക്ലാസ്സിൽ എന്താണ് മസ്റ്റ് ആയിട്ട് ചെയ്യണോട്ടെ, ആക്ഷൻ വിത്ത് ആക്ഷൻ ആയിരിക്കും. Okay. 1 1 1, reading is 1 2 2 2, I can see my feet. 3 3 3, I see a tree. 4 4 4, the toys on the floor. 5 5 5, stars in the sky. 6 6 6 6, in my hand. 7 7 7, hand is eggs. 8 8 8, apple on the plate. 9 9 9, phone is fine. 10 10 10, catch me if you can. ഓക്കെ വർഷ, നല്ലതായിരുന്നു. ഇത്തിരി സ്പീഡ് കൂടിപ്പോയടാ. അതെ, കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതിന് പറ്റിയൊരു ആക്ഷൻസ്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി സ്പീഡ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പഠിപ്പിക്കാം കുട്ടികളല്ലേ, 1 2 3 പഠിപ്പിക്കാം, അപ് ടു 10 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു, നല്ലൊരു ആക്ഷൻ സോങ് ആയിരുന്നു. സൂപ്പർ വർഷ. ഓക്കെ, ദെൻ മാം ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യാം മാഡം. വെരി ഗുഡ്. ജീന. Good morning. Bits of paper lying on the floor makes the place untidy. Pick them up. Collect all the papers. Where shall we throw? Throw them in dustbin. Now the place is clean. Thank you, ma'am. ഓക്കെ ജീന, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മോൻ ഇപ്പൊ LKG പഠിക്കുന്നത്. അവൻ ഈ പാട്ട് പാടിക്കൊണ്ട് എടുക്കും. അവൻ വിത്ത് ട്യൂണോട് കൂടിയാ പാടുന്നത്. ബിറ്റ്സ് ഓഫ്
paper, bits of paper lying on the floor, lying on the floor. ഇതേപോലെയാ. ഞാനിത് LKG കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് ടെസ്റ്റ് വാങ്ങിച്ചിട്ട് എഴുതി വെച്ചതാണ് മാം. അപ്പൊ എനിക്ക് ട്യൂൺ അറിയില്ല എന്റെ. അറിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഈ ട്യൂണിലാണ് എന്റെ മോനൊക്കെ പാടിക്കൊണ്ടെടുക്കുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ട്യൂൺ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക് അതിന്റെ കൂടെ വന്നോളും. ഓക്കെ, then who's next? വേറെ ആരാ? വേറെ ആരുമില്ല ചെയ്യാൻ ആക്ഷൻ സോങ് ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനായിട്ട്. അത് മേ ബി റോൾ പ്ലേ ആയിരിക്കാം. റോൾ പ്ലേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്, ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളത്. അശ്വതി, ഞാനാണോ? അല്ല, മിസ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി പേര് ചെയ്യാത്തവരുണ്ട് ആക്ഷൻ സോങ് ഇതില്. ആരൊക്കെയത്? ഓക്കെ, കൃഷ്ണേന്ദു. കൃഷ്ണേന്ദുവിന്റെ എന്തോ ഒരു മുറിവുണ്ടായിരുന്നില്ല നെറ്റിയിൽ, അത് മാറിയോ? മാറി. സ്റ്റിച്ച് ഇട്ടിരുന്നല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ചെയ്യാട്ടോ. പേരെന്താ? കാശിറ. ഓക്കെ മാം, ഞാനും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നാളെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് വരുന്നത് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും കേട്ടോ. അപ്പൊ ഒരാഴ്ച നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട്. എന്തായാലും എന്താണ്, ഒരു ആക്ഷൻ സോങ് അല്ലേ, മേ ബി 5 or 6 ലൈൻസ് ഉണ്ടാകുള്ളൂ ആക്ഷൻ സോങ് എന്ന് പറയുമ്പോൾ. എന്താണ്, എന്തായാലും പഠിച്ചിരിക്കണം, അത് ചെയ്തിരിക്കണം. ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, പറ്റുന്നവരൊക്കെ ചെയ്യാം. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ? ആരെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്താണ്, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ, ഞാൻ മോണ്ടിസോറി പഠിക്കുന്ന ടൈമിൽ ഇറ്റ്സ് ബീൻ 8 years ആയിപ്പോ. അപ്പൊ ആ ടൈമിൽ ഡെയിലി ഇങ്ങനെ ആക്ടിവിറ്റീസ് ആയിരിക്കും. ടീച്ചർ ഇതേപോലെ ക്ലാസ് ഒന്നും എടുത്തരില്ല. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതേപോലെ നമുക്ക് ഇങ്ങനെ നോട്ട്സ് ഒക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓരോ നോട്ട്സും ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ആൻസർ തന്നെ നമ്മൾ തന്നെ കണ്ടെത്തണം. അങ്ങനെയായിരുന്നു. നമ്മൾ ആ പാരഗ്രാഫ് ഇരുന്ന് റീഡ് ചെയ്യുക. ക്ലാസ് റൂമിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ. പാരഗ്രാഫ് റീഡ് ചെയ്യുക, നമ്മൾ തന്നെ ആൻസർ കണ്ടെത്തുക. അതിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, കോൺവെർസേഷൻ ആയിരിക്കാം ചിലപ്പോൾ. എന്താണ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ അപ്പൊ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ അവിടെ പെർഫോം ചെയ്യണം. ഒരു ടോപ്പിക് തരും, അപ്പൊ തന്നെ അവിടെ പെർഫോം ചെയ്യണം. അതേപോലെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിത്ത് എന്താണ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജോട് കൂടി നമ്മൾ എന്താണ് അവിടെ പെർഫോം ചെയ്യണം. പലതരം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, 9 o'clock 9:30 ഐ തിങ്ക് 9:30 ആണെന്ന് തോന്നുന്നു. ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്താൽ 3:30 വരെ ക്ലാസ്. അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ എന്താണ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ എന്താണ്, ഒരു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് കോൺഫിഡൻസ് ലഭിക്കുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻസ്, ഒരു ഇൻഹിബിഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിക്കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് ചെയ്യാത്തവർ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്നവർ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എന്തായിരുന്നു, എന്താണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നൊരു കോൺസെപ്റ്റ് കിട്ടി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ടീച്ചറിന്റെ ക്വാളിറ്റീസ്, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ടീച്ചറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കാം, എങ്ങനെയായിരിക്കാം ടീച്ചർ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തോ ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഹാപ്പി ആയിരിക്കും. എപ്പോഴും എന്താണ് നല്ല സന്തോഷത്തോടെ നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ടീച്ചർ ആയിരിക്കും. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അല്ലേ? അങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? കാം ആൻഡ് കൂൾ ആയിരിക്കും. അതേപോലെ തന്നെ ക്ലാസ് റൂം എങ്ങനെയാണ്, നല്ല പോസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കും അല്ലെ? കുട്ടികൾ എങ്ങനെയായിരിക്കും, ഹാപ്പി ആയിരിക്കും. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ ആ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാകോ?
ഇല്ല, കുട്ടികളായിട്ട് നല്ല ഹാപ്പിലി അറ്റാച്ച്മെന്റ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും. നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു ടീച്ചർ ആയിരിക്കും അല്ലേ? ഓക്കെ, നല്ല അവരുടെ ഫ്രണ്ട്ലി ആയിരിക്കും. നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ദെൻ റെസ്പോൺസിബിലിറ്റി എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. പിന്നെന്താ ഫസീല? നല്ല സപ്പോർട്ടിംഗ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും അല്ലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ടീച്ചർ ആയിരിക്കും. ദെൻ എനർജറ്റിക് ആയിരിക്കും. വെരി ഗുഡ്. എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ഡേ ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും അല്ലെ? ഇത്തരത്തിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ത്രൂ ഔട്ട് ദ ഡേ ആ ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള എനർജി കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കും എല്ലാ കുട്ടികളും. ഓക്കെ പ്രജിത, ക്ലിയർ ആയില്ല. ക്ലാസ് തേഴ്സ്ഡേ ഉണ്ടോന്നാണോ? ക്ലിയർ ആയില്ല. മിസ്സിന്റെ ക്ലാസ് തേഴ്സ്ഡേയിലും ഇല്ലയോ ടൈം ടേബിൾ? അങ്ങനെ തേഴ്സ്ഡേയിൽ ഇല്ല, ഇനി മൺഡേ അല്ലേ ക്ലാസ് ഉള്ളൂ. തേഴ്സ്ഡേയിൽ അപർണ മിസ് ആണെന്ന് തോന്നുന്നു, അപർണ ടീച്ചർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായിരുന്നു പ്രജിത പറഞ്ഞത്? എല്ലാ ഈക്വൽ ആയിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ പിന്നെ ചില ടീച്ചർമാര് നല്ല പഠിക്കുന്ന കുട്ടികളെ വേറെ രീതിയിൽ, പഠിക്കാത്ത കുട്ടികളെ വേറെ രീതിയിലൊക്കെ അങ്ങനെ ഹാൻഡിൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത് ഒരു ടീച്ചർ. ഒരു പാർഷ്യാലിറ്റി കാണിക്കുക അല്ലേ? കമ്പയർ ചെയ്യുക കുട്ടികളെ. അങ്ങനെ എന്താണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കരുത് ഒരു ടീച്ചർക്ക്. എല്ലാവരെയും ഈക്വലി കൺസിഡർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ദെൻ അവരുടെ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. വെരി ഗുഡ്. ദെൻ ഗുഡ് നോളജ് ഓഫ് സബ്ജക്ട് മാറ്റർ. പഠിപ്പിക്കുന്ന വിഷയത്തിന് നല്ല നോളജ് ഉണ്ടായിരിക്കും. വ്യക്തമായ നോളജ് ഉണ്ടായിരിക്കും. അതെന്താണ്, ഈ നോളജ് അവർക്ക് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ദെൻ പിന്നെ എന്തായിരിക്കാം? ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ടീച്ചർ ആയിരിക്കണം. വെരി ഗുഡ്. ഇമോഷൻസ് അല്ലെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ? അപ്പൊ ആ സിറ്റുവേഷനൊക്കെ ഇമോഷണലി അങ്ങനെ ട്രീറ്റ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിന് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ടീച്ചർ ആയിരിക്കണം. അല്ലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇമോഷനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണ് കഴിയുന്നത് അല്ലേ? മെഡിറ്റേഷൻസ്, ഇത്തരം മെന്റൽ ഹൈജീൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുന്നത് അല്ലേ? ഓക്കെ, ദെൻ ലൗഡ് വോയിസ് ഉണ്ടായിരിക്കണം. ഓക്കെ, കാം ആൻഡ് ലൗഡ് വോയിസ്. ഓക്കെ, ദെൻ കുട്ടികളിലെ കഴിവ് എന്ത് ചെയ്യാനും മടി ഉണ്ടാവരുത്. എന്ത് ചെയ്യാനും തയ്യാറായിട്ടിരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താവശ്യവും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ടീച്ചറാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം ടീച്ചർക്ക് അല്ലേ? ദെൻ കുട്ടികളിലെ കഴിവ് മനസ്സിലാക്കാനും അതനുസരിച്ച് അവരെ കൊണ്ടുപോകാനും കഴിവുള്ള ഒരു ടീച്ചറായിരിക്കണം. കുട്ടികൾ പല സ്വഭാവങ്ങളിലുള്ളവരുണ്ട്, പല സ്കില്ലുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഓരോ കുട്ടികളെയും എന്താണ് അവർക്ക് ഏത് രീതിയിലാണ്, ഏത് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് കണ്ടെത്താനും അത് വളർത്തിക്കൊണ്ട് വരാനും കഴിയുന്ന രീതിയിലുള്ള, അതിന് കപ്പാസിറ്റി ഉള്ള ഒരു നല്ല ടീച്ചർ ആയിരിക്കണം. ദെൻ സോഷ്യൽ എക്സ്പെക്ടേഷൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള ആളായിരിക്കണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ദെൻ ക്ഷമ ഉണ്ടായിരിക്കണം. പേഷ്യൻസ് അല്ലെ, ക്ഷമ ഉണ്ടായിരിക്കണം. ടീച്ചറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട നല്ലൊരു ഫാക്ടറാണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ക്ഷമ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. അതേപോലെ സ്നേഹം, ഓക്കെ, ലവബിൾ ആയിരിക്കണം. ദെൻ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. കുട്ടികളെ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. കുട്ടികൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കണം. കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കണം. നമ്മൾ പഠിച്ചു ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ദെൻ നമ്മളെപ്പോഴും അവരിൽ ഒരാളായിരിക്കണം. കുട്ടികളെ തരംതിരിച്ച് എന്തോ ക്ലിയർ ആയില്ലട, എന്താണ്? ചില ടൈമിൽ ഒരു ടീച്ചർ ഒരു അമ്മയുടെ റോളും ചെയ്യണം എന്നാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ മക്കളല്ലെങ്കിലും മക്കളെ പോലെ ആണല്ലോ നമുക്ക്. നമുക്ക് ഒരു അമ്മയുടെ ഒരു റോളും കൂടി. അതെ അതെ അതെ.
എന്തോ കുട്ടികളുടെ പാരന്റ്സുമായിട്ടൊരു ബോണ്ട് ഉള്ളത് നല്ലതായിരിക്കും. അതെ അതെ അവർക്കൊരു പ്രശ്നം വന്നാൽ അവര് ചേർത്ത് പിടിക്കുക. അതെ, അവര് സപ്പോർട്ട് ചെയ്യുന്ന അല്ലേ, എല്ലാ കാര്യങ്ങളും എന്താണ് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. ഓക്കെ, കുട്ടികളെ വേർതിരിച്ച് കാണാൻ കഴിയാത്തൊരു കുട്ടി തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, തെറ്റിലുള്ളത് തിരുത്താനായിട്ട് നമുക്ക് കഴിയണം. വെരി ഗുഡ് വെരി ഗുഡ്. സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റ് തിരുത്താനുള്ള എന്താണ് കഴിവും ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ചില ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, എന്ത് കണ്ടാലും എന്താണ് മൈൻഡ് ചെയ്യില്ല, കുട്ടികളല്ലേ എന്ന് വിടും അല്ലെ. പക്ഷെ എങ്ങനെയാണ് അത് തിരുത്തി കൊടുക്കണം, തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തി കൊടുക്കണം. ഓക്കെ, ദെൻ മറ്റു കുട്ടികളെ മുമ്പിൽ അധികം കുറ്റപ്പെടുത്താൻ ഓവറെ കോൺഫിഡൻസ് കുറയലില്ല. അതെ അതെ ദെൻ കുട്ടികളോട് നമ്മളെന്താണ് ഇനി അത് പോയിന്റ്സ്, കുട്ടികളോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിരിക്കണം ടീച്ചേഴ്സ്. ഫ്രണ്ട്ലി ആയിരിക്കണം. എന്തൊക്കെയാണ് കുട്ടികളുടെ ടാലന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ടൈമും കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലാണ് അല്ലേ. അപ്പൊ എന്താണ് കുട്ടികളെ കൂടുതൽ അടുത്തറിയാനായിട്ട് കഴിയുന്നത് ടീച്ചേഴ്സിനായിരിക്കും. അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എന്താണ് പാടാൻ കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, അതേപോലെ ഡ്രോയിങ്സ്, പെയിന്റിങ്സ് അല്ലേ, അത്തരത്തിലുള്ള കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ടീച്ചർക്ക്, നല്ല ടീച്ചർക്ക് കഴിയുന്നതാണ് അല്ലേ. അപ്പൊ അത്തരം സ്കില്ലുകൾ കണ്ടെത്താനും അതിനെ എൻഹാൻസ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ദെൻ പിന്നെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാഡം, ഇത്രയും ചെറിയ കുട്ടികളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ പണിഷ്മെന്റ് ചെയ്യണം? ഇപ്പോ അടിക്കാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ അവർക്ക് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കും, ഇങ്ങനെ പറയാ, അതെനിക്ക് ഒരു ഡൗട്ടാണ്. ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? എങ്ങനെയായിരിക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ കുട്ടിയെ? എങ്ങനെ നമുക്ക് റീകറക്റ്റ് ചെയ്യാം? നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അടിയും ചോട്ടും കുത്തും ടേബിളുമ കയറ്റി നിർത്തലും ഒക്കെയാണ്. ഇപ്പൊ അതൊന്നും പാടില്ലല്ലോ. അപ്പൊ ആ കുട്ടീനെ എങ്ങനെ നമ്മള് പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, ഒരു കഥ പറഞ്ഞു കൊടുക്കുക അതിനെ പറ്റിയിട്ട്, അങ്ങനെ ചെയ്യണം, അങ്ങനെ വികൃതി. ഇത്തരം ആക്ടിവിറ്റീസുകൾ, സ്റ്റോറി ടെല്ലിംഗ്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റോറീസ്, ഇതേപോലുള്ള ആക്ടിവിറ്റീസുകളുടെ റോൾ അപ്പോഴാണ് വരുന്നത്. ഓക്കെ, എന്താണ് ഒരു വീഡിയോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡെയിലി ബ്രഷ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. നമ്മുടെ കാലത്ത് എന്താണ് ബ്രഷ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു തല്ല് കിട്ടും അല്ലെ. അപ്പൊ അത് മേടിച്ചിട്ട് നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നവരാണ് അല്ലെ, മിക്കവരും അങ്ങനെയല്ല, അതുകൊണ്ട് മാത്രം ബ്രഷ് ചെയ്തവരല്ലേ. ഓക്കെ, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാതെ ആ തല്ലോന്നുള്ള പേടി കൊണ്ട് ബ്രഷ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം ശീലങ്ങൾ വളർത്തിയെടുത്തവരാണ്. പക്ഷെ ഇപ്പൊ ഈ കാലത്തെ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചില വീഡിയോസ് ഒക്കെ ഉണ്ട്, അത്തരം വീഡിയോസ്, നഖം കടിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആ ടൈമിൽ എന്താണ് ഈ നഖത്തിനുള്ളിൽ അഴുക്കുകൾ, ഒരു വീഡിയോ, ചില വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്യൂബിലോ മേ ബി ഗൂഗിളിലൊക്കെ. അത്തരം വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അത് ഈസിലി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ കഴിയും, ഓക്കെ ഇതിൽ നഖം കടിച്ചാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളെ. ദെൻ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? മോറൽ സ്റ്റോറി, നമ്മൾ ചെറിയ പ്രായത്തിലെ മോറൽ വാല്യൂസിനെ ഇത്തരത്തിലുള്ള എന്താണ് സ്റ്റോറീസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ മനസ്സിൽ അത് പതിയുന്നതാണ്. അത്തരം ഫീലിങ്സ്, എംപതി എന്നുള്ള ഫീലിങ്സ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഓക്കെ, എന്താണ് അത്തരം കാര്യങ്ങൾ എന്താണ് കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ആ സ്റ്റോറിയിലൂടെ അവരത് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? ദെൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്? വിഷ്വലായിട്ട് നമുക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ, ദെൻ പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയാതെ അവരെ മാറ്റി നിർത്തി സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അതെ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സിൽ ഒരു അവരെ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അതുപോലെ അവരുടെ ഒരു ലീഡറിന്റെ സ്ഥാനത്ത് ഒരു റെസ്പോൺസിബിലിറ്റി പോലെ കൊണ്ടുകൊടുക്കുക. അതുപോലെ ഇപ്പൊ കൂടുതലും KG സ്റ്റുഡൻസിനൊക്കെ സ്റ്റാർ ഓഫ് ദ വീക്ക്, അതുപോലെ സ്റ്റാർ ഓഫ് ദ മന്ത് അങ്ങനെയൊക്കെ കൊടുക്കുക. അതുപോലെ ഓരോ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് കൊടുക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുന്നേന്ന് പറഞ്ഞ പണ്ടുള്ള കുട്ടികളൊക്കെ ചീത്ത പറഞ്ഞാലും ദേഷ്യം പിടിച്ചാലും അവര് അതിൽ നിന്ന് മാറും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ചീത്ത പറഞ്ഞാലും ഒരു അടി കൊടുത്താൽ അവർക്ക് വാശി കൂടുക ചെയ്യാം. അപ്പൊ നമ്മള് അവരെ പോലെ ആയി നിന്നിട്ട് അവര് ശരിയാക്കാനേ ഇപ്പൊ പറ്റുള്ളൂ. അതേപോലെ തന്നെ ശരി, എപ്പോഴും വർത്താനം പറയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. ആ കുട്ടിയെ പിടിച്ച് എന്തെങ്കിലും ക്യാപ്റ്റൻ ആക്കും അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ലീഡർ ആക്കും. അപ്പൊ എന്താണ്
ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പോൺസിബിലിറ്റി വരെയാണ് അല്ലെ. ലീഡർ തന്നെ സംസാരിക്കാൻ പാടില്ല അല്ലെ, എന്നാലല്ലേ മറ്റു കുട്ടികളും ഉണ്ടാതിരിക്കുള്ളൂ അല്ലെ. അത്തരം റെസ്പോൺസിബിലിറ്റീസ് കുട്ടി ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ് ഷഹന. ദെൻ മാം, എന്റെ മോന്റെ ക്ലാസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സംസാരിക്കുന്നതനുസരിച്ച് അവർക്ക് ബ്ലാക്ക് മാർക്കും അതേപോലെ അവര് സംസാരിക്കാതെ നല്ല കുട്ടികളായിരുന്ന അവർക്ക് റെഡ് മാർക്കും കൊടുക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുന്നവർക്ക് സ്റ്റാർ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ കുട്ടികളെ സൈലൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്റെ മോള് മിസ് അങ്ങനെ എല്ലാ ദിവസവും ലീഡറാ. അത് ക്ലാസ്സിൽ ഭയങ്കര സംസാരമായതുകൊണ്ട് ലീഡറാക്കുന്ന. ഓക്കെ ഓക്കെ. മാം, എന്റെ മോൻ പഠിക്കുന്ന സ്കൂളില് ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോ ഒരു കുട്ടി ബോയ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു കുട്ടി ഗേൾസിന്റെ ഭാഗത്തുനിന്നും ലീഡറായ ആ വർഷം മുഴുവൻ അവര് തന്നെയായിരിക്കും ലീഡർ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴങ്ങനെ. പിന്നെ ക്ലാസ് വൈസ് മാത്രല്ല, ബെഞ്ച് വൈസും ലീഡർ ആയിരിക്കും. ഓരോ ബെഞ്ചിനും ഓരോ ലീഡർമാര് അങ്ങനെയുണ്ട്. അത് ആഴ്ചയിൽ മാറിയിരിക്കും. അവർക്ക് ബാഡ്ജ് കൊടുക്കും. അങ്ങനെയൊക്കെ. അപ്പൊ മാറി മാറി വരുമ്പോ അപ്പൊ അവർക്ക് എല്ലാ കുട്ടികൾക്കും അതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാവും. അതെ അതെ, ഇപ്പൊ മിക്ക സ്കൂളിലും പഠിച്ചിരുന്ന ടൈമിൽ എന്താണ് ഒരു വർഷത്തേക്കാണ് ഒരു ലീഡർ. പക്ഷെ ഇപ്പൊ എന്താണ് ആഴ്ചയിൽ മാറ്റി മാറ്റി വരും ലീഡേഴ്സിനെ മാറ്റുന്നത്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ബെഞ്ച് റൊട്ടേഷൻ ആയിട്ട് വരുമ്പോൾ ഒരു കുട്ടിക്കും ഞാൻ പുറകിലാണ് അല്ലെങ്കിൽ ഞാൻ മുൻപിലാണ് അങ്ങനെയുള്ള വ്യത്യസ്തത വരില്ല. അപ്പൊ റൊട്ടേഷൻ ചെയ്യാനായിട്ട് നോക്കണം. ചെറിയ നമ്മളൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ബെഞ്ചേഴ്സ് അല്ലേ. ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവര് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നവര് പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ എന്താണ് ഡെയിലി മാറുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡെയിലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേഷൻ സമ്പ്രദായം ഇപ്പൊ ഉണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ മനസ്സിലും ആ ഒരു എന്താണ് താൻ എപ്പോഴും ബാക്കിലല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറിക്കിട്ടും. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു രീതിയാണത്. അപ്പൊ പലതരത്തിലുള്ള മാറ്റങ്ങളും എന്താണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്. സോ നമ്മുടെ ഈ ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നെക്സ്റ്റ് ചാപ്റ്റർ ഇതായിരിക്കും, ഞാൻ പറയാട്ടോ. അപ്പൊ ഇതിന്റെ MCQ ഇട്ടേക്കാം. ഇതിൽ നിന്നുള്ള അസൈൻമെന്റ് ഉണ്ട്, അതും എന്താണ് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ ആണോ മാം? അസൈൻമെന്റ് ഇത് മാർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ല ക്ലാസ് റൂമിൽ. ഫസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ലേ, ഫസ്റ്റത്തെ അസൈൻമെന്റ് മാത്രമാണ് മാർക്ക് കിട്ടിയത്. പിന്നത്തെ 2 അസൈൻമെന്റ് ചെയ്തതും കിട്ടിയില്ല. പിന്നെ അശ്വതി മാമിന്റെതും കിട്ടിയില്ല. ഓക്കെ, അത് ചെക്ക് ചെയ്യുന്നുള്ളൂ. റെക്കോർഡ് ബുക്ക് ഐ തിങ്ക് നമുക്കൊരു മൊഡ്യൂൾ ഇത് എന്താണ് ഒരു പകുതി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡ്. ഞാൻ പ്രെയർ എഴുതാൻ പറഞ്ഞിരുന്നു, അത് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. അപ്പൊ കയ്യിൽ അതിനുശേഷം എന്താണ് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് പകുതി ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഇതിന്റെ MCQ ഇട്ടേക്കാം, അതെല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. Okay, thank you, ma'am. 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 Thank you, ma'am.